ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പീഡനക്കേസിലെ മുകേഷ് എംഎൽഎക്ക് കുരുക്കായി കുറ്റപത്രം എന്നതാണ്. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും SIT ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, എംഎൽഎക്ക് കൂടുതൽ കുരുക്കുമുറുകുകയാണോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ട് എന്ന് കൃത്യമായി തന്നെ കുറ്റപത്രത്തിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു എംഎൽഎക്കെതിരെയാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. വിനീത, മുകേഷ് MLAക്കെതിരെ സാഹചര്യ തെളിവുകൾ, അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ, സാക്ഷിമൊഴികൾ എന്നിവ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പരാതി ഉയർന്നു വരുന്നതും അതോടൊപ്പം തന്നെ അന്വേഷണം നടത്തുന്നതും. പക്ഷേ കൃത്യമായ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കേസെടുത്ത 4 മാസങ്ങൾക്ക് ശേഷം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. 2010-ലാണ് ആലുവ സ്വദേശിയായ നടിയെ ലൈംഗികമായി ആക്രമിച്ചു, പീഡിപ്പിച്ചു തുടങ്ങിയ പരാതി ഉണ്ടാകുന്നത്. എന്തായാലും അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മുകേഷ് MLA അടക്കമുള്ള നടന്മാർക്കെതിരെ ഇത്തരത്തിലൊരു പരാതി ഉയരുന്നത്. ഇതിൽ ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്ത് അന്വേഷണം നടത്തുകയുമായിരുന്നു. AIG G പൂങ്കുഴലിയാണ് മുകേഷിനെതിരായ കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. ഇതിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അത് ഡിജിറ്റൽ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെ തന്നെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ പരാതിക്കാരിയായ ആലുവ സ്വദേശിയായ നടിയും അതോടൊപ്പം തന്നെ മുകേഷും തമ്മിൽ വാട്സപ്പിൽ അതോടൊപ്പം ഇമെയിലിലൊക്കെ തന്നെ സംസാരിച്ചതിൻ്റെ തെളിവുകൾ, അത് ഈ സംഭവം നടക്കുന്നതിന് മുൻപും അതിനുശേഷവും ഇത്തരത്തിൽ സംസാരിച്ചു. ആ തെളിവുകളൊക്കെ തന്നെ കൃത്യമായി അന്വേഷണ സംഘത്തിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പരാതിയിൽ പറയുന്ന സമയത്ത് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഈ മുകേഷും ഈ നടിയും ഒരേ സ്ഥലങ്ങളിൽ വന്നു, അതോടൊപ്പം തന്നെ ഒന്നിച്ച സമയം ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങൾ തെളിയിക്കുന്ന ചില സാഹചര്യ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇരുവരെയും ഒന്നിച്ച് കണ്ടതിൻ്റെ ചില സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവ മൂന്നുമായിരിക്കും സ്വാഭാവികമായും മുകേഷ് MLAക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാവുക. എന്തായാലും 4 മാസങ്ങൾക്കിപ്പുറം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. വിനീത, ഇനി തുടർ നീക്കങ്ങൾ എന്താണ് എന്നറിയേണ്ടതുണ്ട്. ഏതായാലും MLA സ്ഥാനം മുകേഷ് രാജിവെക്കില്ല എന്ന നിലപാട് തന്നെയാണ് CPM സ്വീകരിക്കുന്നത്. മുകേഷിന് സംരക്ഷണം ഒരുക്കുന്ന നിലപാട് തന്നെയാണ്. കോടതി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് പറയുകയും ചെയ്യുന്നത്. പക്ഷേ MLAയെ സംബന്ധിച്ചിടത്തോളം പീഡനക്കേസിൽ ഇത്തരത്തിൽ തെളിവുണ്ട് എന്ന മട്ടിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് വലിയ കുരുക്കാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല.